എല്ലാവർക്കും നമസ്കാരം. നാരായണീയം ദശകം 2 ശ്ലോകം 9. അത്യായാസകരാണി കർമ്മപടലാനി ആചാര്യ നിർയന്മല ബോധേ ഭക്തിപഥേ അഥവാ അപി ഉചിതതാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർബ്രഹ്മാഖ്യാം അന്യേ പുനഃ ചിത്താർദ്രത്വം വ്രതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ചില മഹത്തുക്കൾ വളരെ ക്ലേശകരമായ കർമ്മയോഗമനുഷ്ഠിച്ച് മനഃശുദ്ധി നേടുന്നു. പിന്നെ ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നിവയ്ക്ക് അർഹരായിത്തീരുന്നു. പക്ഷേ അതുകൊണ്ടെന്തു പ്രയോജനം? വേറെ ചിലർ ഹൃദയശുദ്ധിയെ കാര്യമാക്കാതെ തർക്കപഥത്തിൽ കൂടി ഊഹ അപഹോഹങ്ങളിൽ കുടുങ്ങി വളരെയധികം ക്ലേശിച്ച് പരബ്രഹ്മമായ അങ്ങയെ ധ്യാനിച്ച് പല ജന്മങ്ങൾ കൊണ്ട് മോക്ഷത്തിന് അധികാരിയായിത്തീരുന്നു. കർമ്മയോഗമനുഷ്ഠിച്ച് മനഃശുദ്ധി കൈവരിക്കാൻ സാധിക്കും. കർമാനുഷ്ഠാനം കൊണ്ട് രാഗദ്വേഷാദികളിൽ നിന്നും മനസ്സിനെ മോചിപ്പിച്ച് ജ്ഞാനത്തിനധികാരിയാക്കാൻ സാധിക്കും. അതുവഴി ഭക്തി കൈവരിക്കുന്നതിനും സാധിക്കും. ഭക്തന് ചിത്തശുദ്ധിക്ക് കർമാനുഷ്ഠാനം കൂടിയേ തീരൂ എന്നില്ല. ഭക്തന് നേരെ സന്യാസം കൊണ്ട് വേദചിന്തനം ചെയ്യുവാനും ബ്രഹ്മോപാസന വഴി ജന്മാന്തരത്തിൽ മുക്തി തേടാനും സാധിക്കുന്നതാണ്. പക്ഷേ ഇത് സാധാരണക്കാർക്ക് അപ്രാപ്യമാണ്. എല്ലാവർക്കും ശരിയായ ബ്രഹ്മോപാസന സാധിച്ചു എന്ന് വരുന്നതല്ല. ഭക്തിയോഗാനുഷ്ഠാനം കൊണ്ട് മുക്തി സാധിക്കുന്നതാണ്. ഭക്തി കൊണ്ടേ മുക്തി ലഭിക്കൂ എന്ന് രാമായണത്തിലും മഹാഭാഗവതത്തിലും ഗീതയിലും ഒക്കെ ബോധിപ്പിക്കുന്നുണ്ട്. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ലെന്ന് ഉത്തമോത്തന്മാരായിട്ടുള്ളവരല്ലോ ഭക്തിയുക്തന് വിജ്ഞാന ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യതഃ സംഭവിച്ചിടുവാൻ മുക്തിയും വരും എന്നും. അധ്യാത്മരാമായണം ആരണ്യകാണ്ഡത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് ഉപദേശിക്കുന്നതാണ് ഈ ഭാഗം. സദ്ഭക്തി കൊണ്ടല്ലാതെ മുക്തി സാധിക്കുകയില്ല. ശ്രീ മഹാഭാഗവതം 11 സ്കന്ധം ഉദ്ധവരുടെ 4-ാം ചോദ്യത്തിലെ ഉത്തരത്തിൽ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നു, മദ്ഭക്തി കൊണ്ട് തന്നെ മുക്തിയും സാധിക്കുന്നു. 12-ാം ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് ഉപദേശിക്കുന്നുണ്ട്, ഭക്ത്യാത്വ അന്യയാ ശക്യ അഹമേവം വിധോ അർജുന ജ്ഞാതും ഭ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. അനന്യമായ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ അറിയുവാനും കാണുവാനും തത്വം മനസ്സിലാക്കുവാനും സാധിക്കൂ എന്ന് അർജുനനോട് ഗീതയിൽ പറയുന്നു.